ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടോപ്പ് ഫോർവേഡ് കേക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. കുറച്ച് നാളുകളായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കേക്കാണ് ടോപ്പ് ഫോർവേഡ് കേക്ക്. അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഷീനൂസ് കിച്ചണിൽ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് ഞാൻ ബേസായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ്. 1 kg വരുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇത് 7 ഇഞ്ച് ടിന്നിലാണ് ഞാനിത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചിൻ്റെ 2 ടിന്നിലായിട്ടാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 4 ലെയേഴ്സ് ആയിട്ടാണ് ഇതൊന്ന് ഞാൻ ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടലി ഫ്രോസ്റ്റ് ചെയ്ത് നല്ലതുപോലെ ഞാൻ തലേന്ന് രാത്രി തന്നെ നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എത്രത്തോളം നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. അപ്പോൾ ജസ്റ്റ് ഞാനിതൊന്ന് അളവ് നോക്കുകയാണ്. ഒരിക്കലും ഹാഫ് വെച്ചിട്ട് കട്ട് ചെയ്യരുത്, അതിൻ്റെ ഒരു 3/4 വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ആ ഒരു കേക്ക് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത പോർഷൻ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്കിന് പതിയെന്ന് ഇതേപോലെ ഈ ഒരു പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കേക്ക് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സെൻറ്റർ പോർഷനിൽ കുറച്ചൊന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോഴത്തേന് നമുക്ക് കേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും കേക്ക് അവിടുന്ന് ഇളകി പോകാതെ നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രീം ഇട്ട് കൊടുക്കുന്നത്. ഇനി അതേ പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ ജസ്റ്റ് പുറകിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇതേ ഇങ്ങനെ സ്റ്റാൻഡിങ് ആയിട്ട് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ ഒരു കൈ കൊണ്ട് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അത് കറക്റ്റായിട്ട് തന്നെയാണോ സെൻറ്ററിലാണോ ഇരിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് നമുക്കത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ സെൻറ്റർ പോർഷന് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വീണ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ആ ഒരു കേക്കിൻ്റെ ബോർഡ് നല്ലതായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് ആ ഒരു ക്രീമൊക്കെ ഒന്ന് തുടച്ച് മാറ്റുകയാണ്. ഇനി വീണ്ടും ഈ ഒരു കേക്ക് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് വേണം ഫൈനൽ കോട്ടിങ് കൊടുക്കാനായിട്ട്. അതിന് മുന്നേയായിട്ട് ഞാൻ ഇതിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് വരുന്നില്ലേ, അവിടെയും കൂടിയിട്ട് ക്രീം കൊടുത്തൊന്ന് ക്രം കോട്ട് ചെയ്യാണ്. ഇനി ഇതിൻ്റെ ഗ്യാപ്പൊക്കെ ഉള്ള പോർഷനിൽ ക്രീം കൊടുത്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു കേക്കിലേക്കുള്ള ഫൈനൽ ക്രീം ഒന്ന് കളർ ചെയ്തെടുക്കാം. അതിനായിട്ട് വൈറ്റ് ക്രീമിലേക്ക് ഞാൻ കുറച്ച് ഷുഗറിൻ്റെ ബ്ലൂ കളറും അതുപോലെ തന്നെ മാജിക് കളേഴ്സിൻ്റെ റോയൽ ബ്ലൂ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ക്രീമൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു കളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഡാർക്ക് വേണം, അതുകൊണ്ട് ഞാനൊരു 1-2 ഡ്രോപ്പ് കൂടെ റോയൽ ബ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്രീം കേക്കിൻ്റെ പുറം ഭാഗം കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഞാൻ വീണ്ടും എയർ ബ്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ ഒരു ഒരുപാട് ഡാർക്ക് ആക്കാത്ത ഈ ഒരു ലൈറ്റ് ഷെയ്ഡിലാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു ഫൈനൽ കോട്ടിങ് കൊടുക്കാം. സാധാരണ കേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ക്രീം എല്ലാ ഭാഗത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ക്രീം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനത് ഫുള്ളായിട്ടൊന്ന് ക്രീം ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ ക്രീം കൊടുക്കുമ്പോഴത്തേന് ഒരുപാട് പ്രഷർ കൊടുക്കരുത്, ചിലപ്പോൾ കേക്ക് മറിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലൈറ്റായിട്ട് ഇങ്ങനെ ക്രീം കൊടുത്താൽ മതി. അപ്പോൾ ക്രീമൊക്കെ ജസ്റ്റ് ഞാനൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു പാലറ്റ് നൈഫ് കൊണ്ട് എക്സസ് ആയിട്ടുള്ള ക്രീം ഒന്ന് ഇതുപോലെ ഒന്ന് സ്മൂത്ത് ചെയ്ത് എടുക്കുകയാണ്.
അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ ക്രീം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സസ് ആയിട്ടുള്ളതൊക്കെ ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് ഇതുപോലുള്ള സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കേക്ക് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ കൊടുക്കുന്ന ഡിസൈൻ ഒരുപാട് ഷാർപ്പ് എഡ്ജിൻ്റെ കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള ഒരു പാലറ്റ് നൈഫ് ഡിസൈനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലുള്ള സ്പാച്ചില യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഒരുപാട് നമുക്ക് പ്രഷർ കൊടുത്തിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ലൈറ്റായിട്ടൊന്ന് പ്രഷർ കൊടുത്തിട്ട് മാത്രം ഈ ഒരു ഡിസൈൻ ചെയ്താൽ മതിയാകും. ഇതേ രീതിക്ക് തന്നെ എല്ലാ സൈഡിലും അതുപോലെ തന്നെ മുകൾ ഭാഗത്തും എല്ലായിടത്തും ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വേണം നമുക്ക് എയർ ബ്രഷ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിത് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നുമല്ല എയർ ബ്രഷ് കൊടുക്കുന്നത്, ഡയറക്റ്റ് എയർ ബ്രഷ് ചെയ്താണ് കൊടുക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ ഒരു ബോർഡിൽ പറ്റിയിട്ടുള്ള ക്രീമൊക്കെ ബ്രഷ് കൊണ്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ എയർ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ക്രീമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആകെ മൊത്തം കുളമായി പോവും. അപ്പം ദേ ക്രീമൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എയർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതിൽ എയർ ബ്രഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ആ സെയിം കളേഴ്സ് തന്നെയാണ്. 2 കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ബ്ലൂ കളറും അതുപോലെ തന്നെ റോയൽ ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അതിലേക്ക് കുറച്ച് വാട്ടർ കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടാണ് എയർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഡാർക്ക് റോയൽ ബ്ലൂ കളറിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫുള്ളായിട്ട് എയർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഗ്യാപ്പൊക്കെ വരുന്നതൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് അവിടെ എല്ലാം നമുക്ക് കളറൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതേ കേക്ക് ഫുള്ളായിട്ട് എയർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ചെറിയ ഡെക്കറേഷൻസ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലുള്ള ബട്ടർഫ്ലൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് എവിടെ നിന്നാണ് വാങ്ങുന്നതെന്നും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഈ ഒരു കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. അടുത്ത ബട്ടർഫ്ലൈ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായില്ലേ ഇപ്പോൾ കാണാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പർ കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതും ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഗോൾഡൻ ഷുഗർ ബോൾസ് ഒന്ന് ജസ്റ്റ് അവിടെ എവിടെയായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെ വേണേലും ഭംഗി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് എന്ത് മെറ്റീരിയൽസ് വേണേലും യൂസ് ചെയ്യാം. നമ്മുടെ കേക്കിന് എങ്ങനെ വേണേലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ അതും ഒന്ന് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, കേക്ക് ഫുള്ളായിട്ട്. അപ്പം ഡയറക്റ്റ് കൈ കൊണ്ട് വയ്ക്കുമ്പോഴത്തേന് ക്രീം ഇളകി പോകും. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ടൂൾ വെച്ചിട്ട് ഷുഗർ ബോൾസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല ഭംഗിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൻ.